സന്ദീപ് പ്രദീപ് നായകനായി കിഷ്കിന്ദ കാണ്ഡം മേക്കേഴ്സിൻ്റെ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് എക്കോ. അതായത് ദിഞ്ചിത്ത് അയ്യത്തൻ ഡയറക്ഷൻ, ബാഹുൽ രമേശിൻ്റെ എഴുത്തും ക്യാമറയുമായി. അതായത് കിഷ്കിന്ദ കാണ്ഡം ടീം എന്ന് പറയുമ്പോൾ തന്നെ ഈ സിനിമയുടെ പ്രതീക്ഷകളുണ്ട്. നമുക്ക് നേരെ ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ട്രെയിലറിലേക്ക്. മലയാള ഭാഷയിൽ എന്തോ ഒരു പേര് പറയാറുണ്ട്. മദ്രാസ് നേവൽ ബേസിൽ ഒരു ടിബറ്റൻ റൂട്ട് വൈലർ ഉണ്ട്. പ്രധാന കഥാപാത്രം ഓരോരുത്തർക്ക് ഓരോ നേരത്ത് ഓരോന്ന് തോന്നും. അതുകൊണ്ടുള്ള കാലക്കേടുകൾ. ഇതിപ്പോ എന്താ ഒരു നേവികൾ? കുര്യച്ചൻ നേവിക്കാർക്കും പട്ടിക്കുന്നുള്ള സപ്ലൈ ഇടപാടുണ്ടായിരുന്നു. തായ്ശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന കാലത്ത് കുര്യച്ചന്റെ കുറെ അടുപ്പക്കാർ ക്യാമ്പ് ഡ്യൂട്ടിയിലുണ്ട്. 3 കഴിഞ്ഞ് 4 ആഴ്ചയായിട്ടും ആളെ അടിവാരത്ത് കാണാഞ്ഞപ്പോഴാ തിരക്കിച്ചത്. ആർക്ക് വേണ്ട കാര്യങ്ങള് നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യും. 8 കഴിയുമ്പോഴാ അറിയാം. സിബിയെ ആരാണ് വന്നേ? സിബിയെ കേട്ടോ? ചിലതൊക്കെ കറക്റ്റ് ആട്ടോ. പട്ടികൾ അളക്കുന്ന അളവില് മനുഷ്യനെ അളക്കാൻ പറ്റില്ല. I know you are here, bastard. ഗംഭീര വിഷ്വൽസ് ഇത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പിന്നെ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ദ കാണ്ഡം, ബാഹുൽ രമേഷ്, മുജീബ് മജീദ്, അതുപോലെ ദിഞ്ചിത്ത് അയ്യത്താൻ. വളരെ ഒരു സൈലൻ്റായി വന്ന ഒരു സ്ലീപ്പർ ഹിറ്റായി മാറിയ മൂവിയാണ് കിഷ്കിന്ദ. ഈ സിനിമ അതുപോലെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. അത് വിലായത്ത് ബുദ്ധിയായിട്ടുള്ള ഒരു ക്ലാഷ് റിലീസാണ്. അതുപോലെ ഡയസിറെ, കാന്ത തുടങ്ങിയ സിനിമകളും ഇപ്പോൾ തിയേറ്ററിലുണ്ട്. ഈ സിനിമയുടെ മിക്കവാറും ഇത് സൈലൻ്റായി വന്ന് അട്ടിമറിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം മേക്കിങ്ങിൻ്റെ ലെവലിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ് വീഡിയോ ഓഡിയോ ദൃശ്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അതുപോലെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു യങ് ആക്ടറാണ്. പടക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലിബർ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സ്റ്റേജിലേക്കുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എക്കോയിലേയുടെ എന്ന് കരുതുന്നു. ആ പേരിലും ആ ടിബറ്റൻ പട്ടികൾ അതുപോലെ കാണിക്കുന്നതിലുള്ളൊരു കൗതുകം തന്നെയാണ് ഈ സിനിമ നമ്മളെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നവംബർ 21 നമ്മൾ തിയേറ്ററിൽ എത്തിയാലേ അറിയുള്ളൂ. മുജീബ് അജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്കറിയാം, വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ടുണ്ട്. എന്തായാലും ആ പ്രതീക്ഷ, ആ ഒരു ടീമിൽ നിന്നുള്ള പ്രതീക്ഷ കാൽക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറാണ് കണ്ടത്. പിന്നെ കൂടുതൽ നമുക്ക് വിട്ടു തരുന്നില്ല, പക്ഷെ അതുപോലെ തന്നെ ഒരു ആകാംക്ഷ ജനിപ്പിക്കാനും ആ സീനുകൾക്ക് സാധിക്കുന്നുണ്ട്. നല്ല കാസ്റ്റിംഗ് ആയിട്ട് ഒരു സീനിയർ, അത് ഇപ്പോഴത്തെ ജനറേഷനും പഴയ ജനറേഷനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല കാസ്റ്റിങ്ങും അതിനകത്ത് കാണാനുണ്ട്. ഓഡിയോ വീഡിയോ ഇതുവരെ തന്ന ഔട്ടിൽ വളരെയധികം പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സിനിമയാണ് എക്കോ. കൂടുതൽ വിശേഷങ്ങൾ ഇനി സിനിമ റിലീസ് ചെയ്തിട്ട് നമുക്ക് പങ്കുവെക്കാം. വാച്ച് ദി സ്പേസ്. താങ്ക് യു.